രാജ്യത്ത് വ്യാപകമാകുന്ന ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ കടുത്ത നടപടിയുമായി കേന്ദ്ര IT മന്ത്രാലയവും വാട്സാപ്പും ഈ വർഷം ജനുവരി മുതൽ ഇതുവരെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട 9400-ലധികം വാട്സാപ്പ് അക്കൗണ്ടുകൾ നിരോധിച്ചു. സാധാരണക്കാരെ ഭയപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങൾ വാട്സാപ്പ് വഴിയാണ് ഇരകളെ ബന്ധപ്പെടുന്നതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നീക്കം. രാജ്യത്ത് അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ സൈബർ തട്ടിപ്പുകളിലൊന്നാണ് ഡിജിറ്റൽ അറസ്റ്റ്. CBI, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കസ്റ്റംസ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ ഇരകളെ സമീപിക്കുന്നത്. നിങ്ങളുടെ പേരിൽ നിരോധിത മരുന്നുകൾ അടങ്ങിയ പാഴ്സൽ വന്നിട്ടുണ്ടെന്നോ നിങ്ങളുടെ ആധാർ കാർഡ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്നോ പറഞ്ഞാണ് ഇവർ വീഡിയോ കോൾ ചെയ്യുന്നത്. തുടർന്ന് കേസന്വേഷണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെന്നും മണിക്കൂറുകളോളം വീഡിയോ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കണമെന്നും ആവശ്യപ്പെടും. ഭയപ്പെടുന്ന ഇരകളിൽ നിന്ന് കേസ് ഒതുക്കി തീർക്കാനെന്ന വ്യാജേന ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ തട്ടിയെടുക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറുകൾ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ കർശനമായ നിരീക്ഷണമാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് 9400-ലധികം വാട്സാപ്പ് അക്കൗണ്ടുകൾ പൂട്ടിട്ടത്. അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള വീഡിയോ കോളുകൾ സ്വീകരിക്കരുതെന്നും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും വിളിച്ചാൽ ഉടൻ തന്നെ 1903 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിവരം അറിയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. നാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.